ഗൈസ്, ഞാൻ നിൽക്കുന്ന ഈ ഒരു മനോഹരമായ സ്ഥലം കണ്ടത് എൻ്റെ പുറകിൽ കാണുന്നത് ശരിക്കും പറഞ്ഞാൽ കുണ്ടംകുഴി ടൗൺ ആണ് കേട്ടോ. അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെക്കിപ്പാറ അഥവാ ചെക്കിയാർ പാറ, ചെക്കിയാർ കുന്ന് എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിലും അതിൻ്റെ കാഴ്ചകളൊക്കെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം കേട്ടോ. അപ്പോൾ എൻ്റെ സുഹൃത്ത് അബിയാണ് എനിക്കിത് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ അബിയോട് തന്നെ നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ചോദിച്ചാൽ കുറച്ച് കാര്യങ്ങളും കൂടി അറിയാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ സുഹൃത്ത് അബി കേട്ടോ. അപ്പോൾ അബിയാണ് എനിക്ക് ഈ സ്ഥലം പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ അബിയോട് തന്നെ നമുക്ക് ചോദിക്കാം കേട്ടോ. ഇതിനെ പറ്റിയിട്ട് കുറച്ച് ഡീറ്റെയിൽ പറഞ്ഞു തരാൻ പറ്റുമോ? ഇത് കുണ്ടംകുഴിയുടെ സ്കൂളിൻ്റെയൊക്കെ തൊട്ട് ബേക്കിലുള്ള ഒരു സ്ഥലമാണ്. നമ്മൾ മൂന്നാംകടവ് പോകുന്ന റോഡിൽ നിന്ന് കുറച്ച് മുകളിലോട്ട് കയറി കഴിഞ്ഞാൽ ഈ സ്ഥലത്തേക്ക് എത്താൻ പറ്റും. നമ്മളും ഈ തൊട്ടടുത്ത ദിവസങ്ങളിലാണ് ഈ ഒരു സ്ഥലം, ഇതുപോലൊരു സ്ഥലം ഇവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. ഇവിടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ 360 ഡിഗ്രിയിൽ എല്ലാ സ്ഥലങ്ങളിലും കാണാൻ പറ്റും. ഇങ്ങോട്ടാണെങ്കിൽ കുണിയ കോളേജും അതിൻ്റെ അപ്പുറത്തൊക്കെ സ്ഥലങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്. സെൻട്രൽ യൂണിവേഴ്സിറ്റി അങ്ങോട്ടുള്ള സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ആ ഭാഗത്തേക്കാണെങ്കിലും റാണിപുരം കുന്നുകളും കാര്യങ്ങളൊക്കെ ആ ഭാഗത്തേക്കും കാണുന്നുണ്ട്. അപ്പോൾ ഈ മഴയിൽ ഈ നല്ല രീതിയിൽ ഈ പച്ചപ്പണി നിൽക്കുന്ന ഈ സ്ഥലത്തേക്ക് എല്ലാ ആളുകളും ഇവിടെ സന്ദർശിക്കണം എന്നാണ് നിങ്ങളോടൊക്കെ അഭ്യർത്ഥിക്കാനുള്ളത്. ഇത് അധികം ടൂറിസത്തിൽ അങ്ങനെ ഒരു ഫേമസ് ആയിട്ടുള്ള സ്ഥലമൊന്നും അല്ലല്ലോ. അല്ല ടൂറിസത്തിൽ അങ്ങനെ ഫേമസ് ആയ സ്ഥലങ്ങളല്ല. പക്ഷെ ഒരു ടൂറിസം സാധ്യതകൾ ഇവിടെ ഉണ്ട്. ഒരുപാട് എത്തിക്കഴിഞ്ഞാൽ നല്ല വ്യൂ ആണ്, ചുറ്റിലും നല്ല വ്യൂ ആണ്, നല്ല 360 ഡിഗ്രിയിൽ നല്ല വ്യൂ ആണ്. അപ്പോൾ ഇവിടത്തേക്ക് ഇപ്പോൾ മഴക്കാലമാണ് കുറച്ചും കൂടി ബെറ്റർ ഓപ്ഷൻ. അല്ലാത്തപ്പോൾ കുറച്ച് ചൂടും കാര്യങ്ങളൊക്കെ ആയിരിക്കും. നല്ല കാറ്റ് കിട്ടുന്ന വൈകുന്നേരങ്ങളിലും പിന്നെ ഈ സൂര്യാസ്തമയമൊക്കെ അങ്ങോട്ടേക്ക് നല്ല കളറിൽ കാണാൻ പറ്റും. നല്ല വ്യൂ. നമ്മള് ലെഷർ ടൈം നമുക്ക് ചിലവാക്കാം. വൈകുന്നേര സമയങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നല്ലൊരു കാറ്റാണ്, നല്ല കാറ്റ് കിട്ടും. നല്ല ടൂറിസം സാധ്യത ഉള്ളൊരു സ്ഥലമാണ്. അപ്പോൾ നല്ലൊരു അടിപൊളി സ്ഥലമാണ് ചെക്കിപ്പാറ അല്ലേ? ചെക്കിയാർ കുന്ന് എന്നൊക്കെ അറിയപ്പെടുന്നത്. അപ്പോൾ ഈ കുണ്ടംകുഴി ടൗൺ ഇവിടെ കാണുന്നുണ്ട്. അതുപോലെ ഭാഗത്തുനിന്നും ഇങ്ങോട്ടേക്ക് മുകളിലോട്ടേക്ക് ഇവിടുത്തെ കണക്ടിവിറ്റി ഒരുപാടുണ്ടല്ലോ. കുണ്ടംകുഴി ഭാഗത്തുനിന്ന് വരാൻ നമ്മളെ മൂന്നാം കടവ് ആ വഴി പെരിയ ആ ഭാഗത്തുനിന്ന് വരാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ നമുക്ക് ബേടകം ആ സൈഡിൽ നിന്ന് വരാൻ പറ്റും അല്ലേ? ഒരുപാട് സൈഡിൽ നിന്ന് ഇവിടത്തേക്ക് എത്താൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് ഇപ്പോൾ നമ്മുടെ ഈ ഒരു നാട്ടുകാരൻ തന്നെയായ ശ്രീജിത്ത് സാറാണ്. അദ്ദേഹം അഡ്വക്കേറ്റാണ്. അപ്പോൾ അദ്ദേഹത്തിന് കുറച്ച് വിഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു സ്ഥലത്തിനെ പറ്റിയിട്ട്. അപ്പോൾ അത് അദ്ദേഹം തന്നെ പറയും നമ്മളോട്. നമ്മുടെ ഈ വേളടുക്ക പഞ്ചായത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഒരു പ്രദേശമാണ് ചെക്കിപ്പാറ എന്ന് പറയുന്ന ഈ പ്രദേശം. നമ്മുടെ ഈ ജില്ലയിൽ തന്നെ ഏകദേശം എല്ലാ ഭാഗങ്ങളും കടലോര മേഖലയായി കഴിഞ്ഞാലും അല്ലെങ്കിൽ മലയോര മേഖലയായാലും എല്ലാം ഈ പ്രദേശത്ത് വന്നാൽ, ഇതിൻ്റെ മുകളിൽ വന്നാൽ തന്നെ എല്ലാ പ്രദേശങ്ങളും നന്നായി കാണാൻ സാധിക്കുന്ന ഒരു വ്യൂ പോയിൻ്റാണ്. ഒരുപക്ഷെ മുൻകാലങ്ങളിൽ ഇത് അത്രയും ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ പോയ ഒരു പ്രദേശമാണ്. അടുത്ത കാലത്താണ് ഇവിടെ വ്യാപകമായി ചെങ്കല്ലുകൾ ഖനനം ചെയ്യപ്പെടുന്നു എന്നതിൻ്റെ പേരിൽ വ്യാപകമായി ഇവിടെ റോഡൊക്കെ ബ്ലോക്ക് ചെയ്യപ്പെടുന്നു, റോഡ് നശിപ്പിക്കപ്പെടുന്നു എന്നൊക്കെ കണ്ടറിഞ്ഞുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോഴാണ് ഈ ഒരു പ്രദേശത്തിൻ്റെ പ്രാധാന്യം, ഈ ഒരു പ്രദേശം ഒരു ഭാവി ടൂറിസം മേഖലയായി വികസിപ്പിക്കാൻ വേണ്ടി സാധിക്കുമെന്ന് ഞങ്ങൾക്ക് തോന്നിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു ഉദ്യമത്തിന് ഞങ്ങൾ തയ്യാറായത്. അതുപോലെ തന്നെ ഈ പാറയുടെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത്, ഒന്ന് നമ്മുടെ ഈ ഭാഗത്തുള്ള പെർളം തോട്, അതുപോലെ തന്നെ അപ്പുറം ബദിര, അതുപോലെ തന്നെ മാടക്കല്ല്, രായ്ക്കൊച്ചി പോലെയുള്ള പ്രദേശങ്ങളിൽ ഒരു ജലസ്രോതസ്സിൻ്റെ ഉറവിടമാണ് ഈ പാറ. അതായത് പിന്നെ വ്യാപകമായി ഇപ്പോൾ ബദിരയിൽ ഒരു കുളമുണ്ട്. അവിടെ വേനൽക്കാലത്ത് 8ഉം 10ഉം മെഷീൻ സ്ഥിരമായി രാവിലെയും പകലും ഉപയോഗിക്കുന്ന, മോട്ടോർ വെച്ച് ഉപയോഗിക്കുന്ന വലിയ പൊതുകുളമുണ്ട്. അതുപോലെ തന്നെ ഈ ഭാഗത്തുള്ള വേനൽക്കാലത്ത് സുലഭമായി തന്നെ വലിയ വെള്ളത്തിന് ക്ഷാമമില്ലാത്ത ഒരു പ്രദേശമാണ് ഈ രായ്ക്കൊച്ചി മാടക്കല്ല് ഭാഗം. അതുപോലെ തന്നെ പെർളം ഭാഗത്തായി കഴിഞ്ഞാലും അതിൻ്റെയൊക്കെ ഒരു ജലസ്രോതസ്സ് എന്ന് പറയുന്നത് ഈ ചെക്കിപ്പാറ അടക്കമുള്ള ഈ പ്രദേശത്തെ ഈ പാറ പോലെയുള്ള പ്രദേശമാണ്. അതുപോലെ തന്നെ ഈ ഖനനവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അടുത്ത കാലത്ത് ഈ ഖനനവുമായി ബന്ധപ്പെട്ട് പല ഇടങ്ങളിൽ മഴക്കാലത്തൊക്കെ ഇതിനകത്ത് വലിയ വലിയ ഗർത്തങ്ങൾ രൂപപ്പെട്ട് അതിനകത്ത് വെള്ളം താഴ്ന്ന് ആ ചളിവെള്ളം താഴെയുള്ള കിണറുകളിൽ വ്യാപകമായി കലങ്ങിയ വെള്ളം ഒക്കെ വീടുകളിൽ കിണറുകളൊക്കെ താഴെ ഇപ്പോൾ ബദിരാഭാഗത്തൊക്കെ പല വീടുകളും ഇതുമായി ബന്ധപ്പെട്ട പരാതികൾ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരം ഒരു പാരിസ്ഥിതിക പ്രാധാന്യം കൂടി ഈ ഒരു പ്രദേശത്തിനുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വേളടുക്ക പഞ്ചായത്തിൽ വിനോദസഞ്ചാര മേഖലയിലെ ഒരു വ്യൂ പോയിൻ്റായി വികസിപ്പിക്കാൻ വേണ്ടി കഴിയും. നമുക്ക് കാരണം വെച്ചാൽ മുനമ്പത്ത് ഒരു തടയണ, അതുപോലെ തന്നെ പാണ്ടിക്കണ്ടത്ത് ഒരു തടയണയുണ്ട്, അതുപോലെ തന്നെ നമ്മളെ അടുക്കത്തെ ഭഗവതി ക്ഷേത്രത്തിലെ ആമക്കുളം, അതുപോലെ തന്നെ അതോടൊപ്പം തന്നെ നമുക്ക് ആ ഒരു ചങ്ങലയിൽ ചേർക്കാൻ പറ്റുന്ന ഒരു വ്യൂ പോയിൻ്റായിട്ട് നമ്മൾ ഈ ചെക്കിപ്പാറ ഭാവിയിൽ വികസിപ്പിക്കാൻ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കുണ്ടംകുഴി ക്ഷേത്രം, അതുപോലെ നമ്മുടെ
വേലക്കുന്ന് അങ്ങനെ ക്ഷേത്രങ്ങളും ഉണ്ട് കുറേ. ക്ഷേത്രങ്ങളുണ്ട്. കുണ്ടംകുഴി കോട്ട ക്ഷേത്രത്തോട് അനുബന്ധിച്ച് തന്നെ അവിടെ ഒരു കോട്ടയുണ്ട്. നമ്മുടെ ഈ ബേക്കൽ കോട്ട, അതുപോലെ തന്നെ ബന്തെടുക്ക കോട്ടയെ കണക്ട് ചെയ്യുന്ന പഴയ കാലത്തെ കോട്ടയുണ്ട്. ആ കോട്ടത്തിൽ 50 ലക്ഷം രൂപ പുരാവസ്തു വകുപ്പ് മുതൽ മുടക്കി അതിനെ പുനർനിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതും ഈ അനുബന്ധമായി ഇതോടൊപ്പം തന്നെ നമുക്ക് ഒരു ടൂറിസം ഹബ്ബായി, അല്ലെങ്കിൽ അങ്ങനെ ഒരു ചെറിയൊരു ടൂറിസം ഡെസ്റ്റിനേഷനായി നമുക്ക് ഭാവിയിൽ നമ്മുടെ ഈ മേഖലയെ വേടെടുക്ക പഞ്ചായത്തിനെ ഈ ടൂറിസം ഭൂപടത്തിൽ അടയാളപ്പെടുത്താൻ പറ്റാവുന്ന ഒരു ഒത്തിരിയായിട്ടുള്ള പിന്നെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ പ്രദേശത്ത് ഉണ്ട്. അതോടൊപ്പം ഇതും കൂടി കൂടിച്ചേർക്കാൻ സാധിക്കുമെന്നാണ് തോന്നുന്നത്. അപ്പോൾ ചെക്കിപ്പാറയുടെ നിയറസ്റ്റ് അട്രാക്ഷൻ വേറെ ഉള്ളത് നമുക്ക് ആമക്കുളമാണ്, നമ്മുടെ അടുക്കത്ത് ഭഗവതി ക്ഷേത്രം. അപ്പോൾ അതുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഇവിടെ ഒരുപാട് ടൂറിസം ആക്ടിവിറ്റീസും അതുപോലെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു നാട്ടിന് നല്ലൊരു മാറ്റവും വികസനമൊക്കെ കൊണ്ടുവരാൻ വേണ്ടി നമുക്ക് പറ്റുന്നൊരു ബെസ്റ്റ് സ്ഥലമാണ് ചെക്കിപ്പാറ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ പുറകിൽ കാണുന്ന കാഴ്ചകളൊക്കെ കണ്ടറിയാം. നല്ല 360 ഡിഗ്രിയിൽ നല്ല വ്യൂ ആണ് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ മനസ്സിലാവും. കാരണം ഈവനിങ് ഒക്കെ വന്നു കഴിഞ്ഞാൽ സൺസെറ്റ് കാണാൻ പറ്റും. നമുക്ക് അങ്ങ് ദൂരെ കടൽ വരെ കാണാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് സ്ഥലമാണ് ചെക്കിപ്പാറ.